ഹലോ മക്കളെ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതില്ലേ യൂണിറ്റ് 4 ഉണ്ടല്ലോ, ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് കേട്ടോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു യൂണിറ്റ് എടുത്ത് നോക്കാം. അപ്പം ആ ഒരു യൂണിറ്റിൻ്റെ ആദ്യത്തെ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാണുന്നുണ്ട്? നിങ്ങളൊരു ചിത്രം കാണുന്നുണ്ട്, അതിൽ മഴവില്ലുണ്ട്, അതുപോലെ തന്നെ ഒരു അണ്ണാനുണ്ട്, ഒരു കിളിയുണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്. അതായത് നല്ല രസമുള്ളൊരു പ്രകൃതി, ഒരു നേച്ചറിനെയാണ് ഇത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു നേച്ചറിനെ കുറിച്ചിട്ടാവാം ഈ നമുക്ക് ഇനി വരാൻ പോകുന്ന കഥകളല്ലേ. നമുക്കറിയത്തില്ല, കാരണം നമ്മളിതുവരെ കഥകളിലോട്ട് കടന്നിട്ടില്ല, കഥകൾ വായിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് എന്ത് തോന്നുന്നുണ്ട്? ഒരു നേച്ചറിനെ കുറിച്ച്, പ്രകൃതിനെ വർണ്ണിക്കുന്ന ഒരു കുറച്ച് നല്ല കഥകളും കവിതകളുള്ളൊരു യൂണിറ്റ് ആയിരിക്കാം അല്ലേ. നമുക്കറിയത്തില്ല, എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് പോയി നോക്കാം കേട്ടോ. അപ്പം അതിൻ്റെ മുന്നേ യൂണിറ്റ് 4 ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഈ ബ്ലൂംസും അതുപോലെ തന്നെ ബ്രീസും? ബ്ലൂംസ് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് ആണ് കേട്ടോ, അതായത് നമ്മുടെ പുഷ്പങ്ങളില്ലേ, അതിനെയാണ് എന്ത് ബ്ലൂംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രീസ് എന്ന് പറഞ്ഞാൽ നേരിയ കാറ്റുണ്ടല്ലോ, അതായത് ചെറിയ രീതിയിൽ നമ്മളെയൊക്കെ തലോടിക്കൊണ്ട് പോകുന്ന ചെറിയ തരത്തിലുള്ള കാറ്റിനെയാണ് എന്ത് ബ്രീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ ചിത്രങ്ങളെ കണ്ടു, ചിത്രത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ആരോ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. എന്താണ്? വില്യം വേർഡ്സ്വർത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ. എന്താണ്? ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ, അതായത് പ്രകൃതിയെ നിങ്ങളുടെ ടീച്ചറാക്കൂ, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ. നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയാണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയില്ല, കാരണം നമുക്കെല്ലാം ഒരുപാട് ടീച്ചേഴ്സ് എവിടെയുണ്ട്, നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എന്തായാലും താഴേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ ഫസ്റ്റ് കഥയിലോട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം പോകുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം ചിത്രങ്ങൾ ഒരു വീടിൻ്റെ ചിത്രമുണ്ട്, അതുപോലെ തന്നെ ഒരു മഞ്ഞുള്ള സ്ഥലത്തൊരു വ്യക്തി നിൽക്കുന്ന ചിത്രമുണ്ട്, അതിൻ്റെ ബാക്കിൽ പെങ്കിനൊക്കെ ഉള്ളത്. അപ്പം അതിലെന്താണ് പറയുന്നത്? ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്, വാട്ട് ഡു യു സീ? Are the house similar? How? Where do you find such houses? Why do people make such houses? What are such houses called? അപ്പോൾ നമ്മൾ അടുത്തൊരു പേജിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പാഠം ഇവിടെ തുടങ്ങുകയാണ്. അപ്പം പാഠം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആ ഒരു ചിത്രങ്ങളൊക്കെ നോക്കി നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? നമുക്കവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. ആ പെൺകുട്ടി പേടിച്ചിട്ടാണല്ലോ നിൽക്കുന്നത്. പെൺകുട്ടീൻ്റെ മുഖം കണ്ടാൽ ഒരു പേടിച്ച് നിൽക്കുന്ന രൂപത്തിലാണുള്ളത്. അതുപോലെ തന്നെ ഒരു നായ്ക്കുട്ടി ഉണ്ട്. ബാക്കിൽ ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയും എന്താണ് എങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കാറ്റ് വീശുന്നുണ്ട് അല്ലേ. നല്ലൊരു കാറ്റ് വീശുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത്? മരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മരങ്ങളെ കാറ്റിന് ഇങ്ങനെ ആടി ഇലയണതായിട്ടാണ് ചിത്രത്തിലുള്ളത്. അതുപോലെ തന്നെ ഇലകളൊക്കെ പറന്ന് പോകുന്നുണ്ട് അല്ലേ. പിന്നെ ഒരു വീട് കാണുന്നുണ്ട്. വീടിൻ്റെ അടിയിൽ സൈഡിലായിട്ട് എന്തുണ്ട്? ഒരു ഭാഗം കാണുന്നുണ്ട് അല്ലേ, താഴോട്ടേക്ക് ഒരു കോണിപ്പടിയിലൊരു ഭാഗം. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്നും ഇപ്പം അറിയത്തില്ല. നമ്മളെന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു ചിത്രം നോക്കി, ചിത്രത്തിൽ ഭയങ്കര നല്ല രസകരമായ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യും, കഥയിലോട്ട് കടന്നു നോക്കാം കേട്ടോ. കഥയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നതെന്നുള്ളത്. സോ ഇത് നമ്മളെങ്ങനെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം എന്ത് ചെയ്യും, ഈ കഥ ഒന്ന് മുഴുവനായിട്ടും ഇംഗ്ലീഷിലൊന്ന് വായിച്ചു തരും. അപ്പോൾ എൻ്റെ കൂടെ വായിക്കാൻ ശ്രമിക്കുക. വായിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിൻ്റെ അർത്ഥം പറയാം കേട്ടോ. ഡൊറോത്തി എ ലിറ്റിൽ ഗേൾ. ഡൊറോത്തി എ ലിറ്റിൽ ഗേൾ lived in a small wooden house. lived in a small wooden house with her uncle and aunt. with her uncle and aunt. with her uncle and aunt. Her house was in the middle of a meadow. her house was in the middle of a meadow. her house was in the middle of a meadow. meadow എന്നാട്ടോ അത് വായിക്കൽ. The wind never stopped blowing there. the wind never stopped blowing there. the wind never stopped blowing there. when the wind blew hard. when the wind blew hard. when the wind blew hard, Dorothy's family would take shelter in the cellar of their house. Dorothy's family would take shelter in the cellar of their house. Dorothy's family would take shelter in the cellar of their house. On a cloudy day, Dorothy was playing with her pet dog. On a cloudy day, Dorothy was playing with her pet dog, Toto. A storm is on its way. A storm is on its way. Dorothy ran to the cellar. Dorothy ran to the cellar. Be quick. Be quick. Her uncle cried out. Her uncle cried out. He ran towards the cellar. He ran towards the cellar and followed him.
ഡൊറോത്തി സ്റ്റോപ്പ്ഡ് പ്ലേയിങ്. ഡൊറോത്തി സ്റ്റോപ്പ്ഡ് പ്ലേയിങ്. ഡൊറോത്തി സ്റ്റോപ്പ്ഡ് പ്ലേയിങ്. കം വിത്ത് മീ ടോട്ടോ. കം വിത്ത് മീ ടോട്ടോ. ഷീ കോൾഡ് ഔട്ട്. ഷീ കോൾഡ് ഔട്ട്. അപ്പം എൻ്റെ കൂടെ എല്ലാവരും വായിച്ചോ? അപ്പം ഇത് കാണുന്ന അമ്മമാരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ കൊണ്ട് ആദ്യം എന്ത് ചെയ്യുക, ആദ്യം ഈ ഒരു പാരഗ്രാഫ് 2 പാരഗ്രാഫും പൂർണ്ണമായിട്ടും ഒന്ന് വായിപ്പിക്കുക കേട്ടോ. ഇംഗ്ലീഷിലൊന്ന് പൂർണ്ണമായിട്ടും വായിപ്പിക്കുക. അതിൻ്റെ ശേഷം അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അർത്ഥങ്ങളിലോട്ട് കിടക്കാം കേട്ടോ. സോ ഡൊറോത്തി എ ലിറ്റിൽ ഗേൾ. അപ്പോൾ നമ്മളിതൊരു പെൺകുട്ടിയെ കണ്ടിരുന്നു അല്ലേ. ആ പെൺകുട്ടിയുടെ പേരാണെന്ത്, ഡൊറോത്തി എന്ന് പറയുന്നത്. ഡൊറോത്തി എന്താണ്, ഒരു ചെറിയ പെൺകുട്ടിയാണ് അല്ലേ. ലിവ്ഡ് ഇൻ എ സ്മോൾ വുഡൻ ഹൗസ് വിത്ത് ഹെർ അങ്കിൾ ആൻഡ് ആഡ്. അവരെവിടെയാണ് താമസിച്ചിരുന്നത്, ഒരു ചെറിയ മരം കൊണ്ടുണ്ടാക്കിയ ഒരു വീട്ടിലാണിത് ഡൊറോത്തി താമസിച്ചിരുന്നത്. ഡൊറോത്തി ആരുടെയൊക്കെ ഇവിടെയാണ് താമസിച്ചിരുന്നത്, ഡൊറോത്തിയുടെ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും കൂടെ, അതായത് അമ്മാവൻ്റെയും അമ്മായിയുടെയും കൂടെയാണിത് ഡൊറോത്തി താമസിച്ചിരുന്നത് കേട്ടോ. ഹെർ ഹൗസ് വാസ് ഇൻ ദ മിഡിൽ ഓഫ് എ മെഡോ. അതായത് അവളുടെ വീട് എവിടെയാണ്, അവളുടെ വീട് ഒരുപാട് പുൽത്തകിടുകളുടെയൊക്കെ ഇടയിലാണ് കേട്ടോ അവളുടെ വീട് വരുന്നത്. ഹെർ ഹൗസ് വാസ് ഇൻ ദ മിഡിൽ ഓഫ് എ മെഡോ. മെഡോ എന്ന് പറയുമ്പോൾ പുൽത്തകിട്, പുല്ല് നിറഞ്ഞ പ്രദേശം അങ്ങനെയൊക്കെ പറയാം കേട്ടോ. മിഡിൽ എന്ന് പറഞ്ഞാൽ നടുവിൽ. ദ വിൻഡ് നെവർ സ്റ്റോപ്പ്ഡ് ബ്ലോയിങ് ദർ. ദ വിൻഡ് നെവർ സ്റ്റോപ്പ്ഡ് ബ്ലോയിങ് ദർ. അതായത് ആ ഒരു പ്രദേശത്ത് എന്താണ്, കാറ്റടിക്കുന്നത് ഒരിക്കലും നിൽക്കില്ല. എപ്പോഴും കാറ്റടിച്ചുകൊണ്ടാണ് എന്ത് ആ ഒരു പ്രദേശം ഉണ്ടാവില്ല. വിൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, കാറ്റാണ്. ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ കാറ്റ് വീശുക എന്നൊക്കെ പറയുന്നതാണ് എന്ത് ബ്ലോയിങ്ങിൻ്റെ അർത്ഥം വരുന്നത്. വെൻ ദ വിൻഡ് ബ്ലൂ ഹാർഡ്. അതായത് വെൻ ദ വിൻഡ് ബ്ലൂ ഹാർഡ്, കാറ്റ് നന്നായിട്ട് ശക്തിയായിട്ട് അടിക്കുന്ന സമയങ്ങൾ എന്ത് ചെയ്യും, ഡൊറോത്തീസ് ഫാമിലി വുഡ് ടേക്ക് ഷെൽട്ടർ ഇൻ ദ സെല്ലാർ ഓഫ് ദിയർ ഹൗസ്. ഡൊറോത്തീസ് ഫാമിലി വുഡ് ടേക്ക് ഷെൽട്ടർ ഇൻ ദ സെല്ലാർ ഓഫ് ദിയർ ഹൗസ്. ആ സമയങ്ങളിൽ ഡൊറോത്തിയുടെ കുടുംബം എന്ത് ചെയ്യും, അഭയം പ്രാപിക്കൽ എവിടെയാണ്, ഷെൽട്ടർ എന്ന് പറയുന്ന ഒരു സംഭവത്തിലാട്ടോ. സെല്ലാർ എന്ന് പറയുന്നൊരു സംഭവത്തിലാണ്. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ അഭയം പ്രാപിക്കുക. സെല്ലാർ എന്ന് പറയുന്നത് വീടിൻ്റെ താഴെ തട്ടിലുള്ള ഒരു മുറിയാണ് കേട്ടോ. അതായത് നമ്മുടെ നാടുകളിലൊന്നും അതങ്ങനെ കാണാൻ പറ്റില്ല. മണ്ണിനടിയിലാണെന്ത് ആ ഒരു മുറി വരിക. അപ്പോൾ നിങ്ങൾ ആ ഒരു പിക്ചറിൽ കണ്ടില്ലേ, ഒരു കോണിപ്പടി അടിയിലോട്ട് പോകുന്നത്, അതിനെയാണെന്ത് സ്റ്റെല്ലാർ എന്ന് പറയുക. അതായത് മണ്ണിൻ്റെ അടിയിലാണെന്ത് ആ ഒരു റൂം വരിക. അതിലോട്ടാണെന്ത് നന്നായിട്ട് കാറ്റടിക്കുന്ന സമയങ്ങളിൽ ഡൊറോത്തിയുടെ ഫാമിലി, അതായത് ഡൊറോത്തി ഇപ്പം നിൽക്കുന്ന ഡൊറോത്തിൻ്റെ അമ്മാവനും അമ്മായും ഡൊറോത്തി കൂടി പോവൽ കേട്ടോ. അവിടെയാണെന്ത് അവർ അഭയം പ്രാപിക്കൽ. ഓൺ എ ക്ലൗഡി ഡേ എന്ന് പറയുമ്പോൾ മേഘങ്ങൾ തിങ്ങി നിറഞ്ഞൊരു ദിവസം, അതായത് വെയിലിൻ്റെ അംഗം നമുക്ക് കാണാൻ പറ്റാത്തൊരു ദിവസം. ഡൊറോത്തി വാസ് പ്ലേയിങ് വിത്ത് ഹെർ പെറ്റ് ഡോഗ് ടോട്ടോ. ഡൊറോത്തി എന്താണ്, ഡൊറോത്തിയുടെ കുഞ്ഞു നായ്ക്കുട്ടി ടോട്ടോയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ടോട്ടോ എന്നാണ് നമ്മൾ ആ ഒരു ചിത്രത്തിലൊരു നായ്ക്കുട്ടിയെ കാണുന്നില്ലേ, ആ നായ്ക്കുട്ടിയുടെ പേര് ടോട്ടോ എന്നാണ്. അതെന്താണ്, നമ്മുടെ ഡൊറോത്തിയുടെ കുഞ്ഞു കളിക്കൂട്ടുകാരനാണ് കേട്ടോ. എ സ്റ്റോം ഈസ് ഓൺ ഇറ്റ്സ് വേ. എ സ്റ്റോം ഈസ് ഓൺ ഇറ്റ്സ് വേ. ആ സമയത്ത് എന്താണ്, ഒരു കൊടുങ്കാറ്റ് വരികയാണ്. സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ് കേട്ടോ. എ സ്റ്റോം ഈസ് ഓൺ ഇറ്റ്സ് വേ. ഡൊറോത്തി റൺ ടു ദ സെല്ലാർ ബി ക്യുക്ക് ഹെർ അങ്കിൾ ക്രൈഡ് ഔട്ട്. ഡൊറോത്തി റൺ ടു ദ സെല്ലാർ. അതായത് അങ്കിൾ എന്താണ് പറയുകയാണ് ഡൊറോത്തിനോട്, ഡൊറോത്തി റൺ ടു ദ സെല്ലാർ, അതായത് നമ്മുടെ സെല്ലാറിലോട്ട് ഓടൂ എത്രയും പെട്ടെന്ന്, ബി ക്യൂക്ക് എത്രയും പെട്ടെന്ന് ഓടൂ. ഹെർ അങ്കിൾ ക്രൈഡ് ഔട്ട് എന്ന് പറയുമ്പോൾ ഒച്ചത്തിൽ വിളിച്ച് പറയാം കേട്ടോ. ഹി റാൻ ടുവേർഡ്സ് ദ സെല്ലർ. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തായി, അമ്മാവൻ എന്തായി സെല്ലാറിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൻഡ് ഫോളോവുഡ് ഹിം. ആൻറ്റി അതായത് അമ്മായി എന്താണ് ആ അമ്മാവനെ പിന്തുടർന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡൊറോത്തി സ്റ്റോപ്പ്ഡ് പ്ലേയിങ്. കം വിത്ത് മീ ടോട്ടോ ഷീ കോൾഡ് ഔട്ട്. അപ്പം അമ്മാവൻ പറഞ്ഞപ്പോൾ എന്തായി, ഡൊറോത്തി കളിച്ചിരുന്നതൊക്കെ നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ പോകാൻ നിൽക്കുന്ന സമയത്ത് എന്താ, ടോട്ടോനെ വിളിക്കുകയാണ്. കം വിത്ത് മീ ടോട്ടോ എൻ്റെ കൂടെ വരൂ. ഷീ കോൾഡ് ഔട്ട്. അവൾ എന്താണ് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പം ആ ഒരു കഥയിൽ നമ്മളിപ്പോൾ വായിച്ച ഈ ഒരു കഥയാണെന്ത് ആ ഒരു ടോട്ടൽ പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഡൊറോത്തി ഒരു ചെറിയ പെൺകുട്ടിയാണ്. ഡൊറോത്തിൻ്റെ നായ്ക്കുട്ടിയും കൂടി എന്താണ് വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊടുങ്കാറ്റ് വരികയാണ്. കൊടുങ്കാറ്റ് വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ അമ്മാവൻ പറയുകയാണത്, ഡൊറോത്തി വേഗം വരൂ, വേഗം നമ്മുടെ സ്റ്റെല്ലാറിലോട്ട് കയറും, ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന് ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് അമ്മാവൻ എന്താണ് സ്റ്റെല്ലാറിലോട്ട് പോവാണ്. ആ സമയത്ത് അമ്മായും സ്റ്റെല്ലാറിലോട്ട് എന്താണ് അമ്മാവൻ്റെ കൂടെ പിന്തുടർന്ന് പോവാണ്. ഈ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഡൊറോത്തി എന്താണ് കളി നിർത്തിങ്ങാണ്ട് തൻ്റെ വളർത്തുന്നതായിട്ടുള്ള ടോട്ടോനോട് പറയാണ്, ടോട്ടോ കളി മതിയാക്കൂ, എൻ്റെ കൂടെ വരൂ, കൊടുങ്കാറ്റ് വരുന്നുണ്ട്, സ്റ്റെല്ലാറിലോട്ട് എത്രയും പെട്ടെന്ന് വരുമെന്നെന്താണ് അവൾ പറയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ആ ഒരു 2 പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ അടിയിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ ഡു പീപ്പിൾ മേക്ക് സെല്ലാസ്?
അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്തിനാണ് ആളുകൾ സെല്ലാസ് ഉപയോഗിക്കുന്നത്, എന്തിനാണ് ആളുകൾ നിർമ്മിക്കുന്നത്? അതായത് നമ്മുടെ ഈ നാട്ടുകളൊന്നും കാണാൻ പറ്റില്ല. അത് നിർമ്മിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ ഈ നന്നായിട്ട് തണുപ്പ് പ്രദേശങ്ങൾ, അല്ലെങ്കിൽ കാറ്റടിക്കുന്ന പ്രദേശങ്ങൾ, തണുപ്പ് പ്രദേശങ്ങളല്ല മെയിൻലി കാറ്റടിക്കുന്ന പ്രദേശങ്ങൾ എന്താണ്, ചിലപ്പോൾ ഈ കാറ്റിൽ എന്താണ് വീടൊക്കെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞല്ലോ വുഡ് കൊണ്ടുണ്ടാക്കിയൊരു വീടാണ്, അപ്പം അതിനൊക്കെ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയൊരു വീടാണ്. അപ്പോൾ എന്താണ്, സ്റ്റെല്ലാസ് ആകുമ്പോൾ മണ്ണിൻ്റെ അടിയിലാണ്. അപ്പോൾ മണ്ണിൻ്റെ അടിയിൽ എന്ത് അങ്ങനെ വരില്ല, കാറ്റ് അങ്ങനെ വരാത്തതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ അവർ സേഫായിട്ടാണ് എന്താ പറയുക നിൽക്കാൻ അവർക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അവർ സെല്ലാർസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വിൽ ദൊറാത്തി റീച്ച് ദ സെല്ലാർ, ഇത് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ്, അമ്മാവനും കയറിയിട്ടുണ്ട്, ദൊറോത്തി ഇപ്പോഴും പുറത്താണുള്ളത്, കൊടുങ്കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി ദൊറോത്തി കയറോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതായത് നിങ്ങൾക്ക് ഇതിപ്പോൾ കണ്ടിട്ട് ഇനി എങ്ങാനും ദൊറോത്തി ആ ഒരു സ്റ്റെല്ലാറിൻ്റെ ഉള്ളിൽ കയറാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളെന്ന് ഞാൻ എന്താണ് ആദ്യം നമ്മുടെ ഈ ഒരു യൂണിറ്റിനെ കുറിച്ചും ഈ കഥയുടെ ഒരു ബ്രീഫും തന്നതാണ്. നാളെ മുതൽ എന്ത് ചെയ്യുക, നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് ഇംഗ്ലീഷിലോട്ട് ഫോക്കസ് ചെയ്ത് വായിച്ച് അർത്ഥം മനസ്സിലാക്കി പഠിച്ച് പോവുക കേട്ടോ. അപ്പോൾ ഞാനുണ്ട് നിങ്ങളെ കൂടെ പഠിക്കാൻ, എൻ്റെ കൂടെ നിങ്ങളും പഠിക്കുക, എൻ്റെ കൂടെ ശരിയായ രീതിയിൽ വായിക്കുക, കഥ മനസ്സിലാക്കുക. എന്തെങ്കിലും ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഒന്നെന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. താങ്ക്